ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായി വരാവുന്ന ഭാവിയിൽ വരാതിരിക്കുന്ന കച്ചവട ബന്ധങ്ങൾ, ആ കച്ചവട ബന്ധങ്ങളെല്ലാം തന്നെ നടക്കണമെങ്കിൽ അതിലെ പ്രധാനപ്പെട്ടിരിക്കുന്ന ആരെ കാണേണ്ടത് ഈ വീണാ വിജയൻ എന്ന് പറയുന്ന ഈ പെരും കള്ളിയായിരിക്കുന്നു, അല്ലെങ്കിൽ ഇയാളുടെ ഭാര്യയായിരിക്കുന്ന കമലയെയോ കാണേണ്ടതുണ്ട് എന്ന് പറയാവുന്ന ഒരു സന്ദേശമാണ് വാസ്തവത്തിൽ ആര് കൊടുത്തത്, ഈ സന്ദർശനത്തിലൂടെ കൊടുത്തത്. നമസ്കാരം സർ. നമസ്കാരം. സർ, നമ്മളിപ്പോ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് മോദി വരുന്നതിന് മുന്നായിട്ടുള്ള ഒരു കമ്മീഷൻ യോഗത്തില് അതിന്റെ ഔദ്യോഗിക യോഗത്തിലേക്ക് പിണറായി വിജയൻ സകുടുംബം പങ്കെടുത്തതാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അത് CPM പാർട്ടിക്കകത്ത് തന്നെ ആ ഒരു വിഷയം വിവാദമാകുന്നുണ്ട്. പലരും അതിനെതിരായിട്ട് കഴിഞ്ഞ ദിവസം ശ്രീമതി ടീച്ചറെ CPM സംസ്ഥാന യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് പോലും പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പോലും പറഞ്ഞിട്ടുള്ള ഒരാള് എല്ലാ പ്രോട്ടോകോൾസും ലംഘിച്ചുകൊണ്ട് ഒരു പൂർണ്ണമായും ഔദ്യോഗികമായ ഒരു ചടങ്ങിലേക്ക് സകുടുംബം, അതായത് കൊച്ചുമകൻ ഉൾപ്പെടെ 9ാം ക്ലാസ്സിലോ 10ലോ മറ്റോ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു, ആ കുട്ടി ഉൾപ്പെടെ ആ ഒരു ഔദ്യോഗിക യോഗം, ആ യോഗത്തിൽ പങ്കെടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് ഉൾപ്പെടെ അവരുടെ മുന്നിൽ വെച്ച് നടക്കുകയും ചെയ്തു. അത് ശരിക്കും എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു വയലേഷൻ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതും ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാല് സ്വന്തം മകള് മാത്രമല്ല, ഇപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു കേസില് പ്രതി കൂടിയാണ് വീണാ വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ SFIയുടെ ഒരു കേസിലെ പ്രതി കൂടിയായ ഒരാളെയാണ് സാക്ഷാൽ പ്രധാനമന്ത്രി വരേണ്ട ഒരു ചടങ്ങിന്റെ അവലോകന യോഗത്തിലേക്ക് കേൾക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത്, ആ യോഗത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം വൈരുദ്ധ്യാത്മകമായിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് താങ്കൾക്ക് എന്താണ് ഇതിൽ നിന്ന് തോന്നുന്നത്? ഇതിനകത്ത് ഒരു വളരെ ഗൗരവമേറിയിരിക്കുന്ന ഒരു വിഷയം, ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 9 വർഷക്കാലം, ഒരു വർഷം കഴിയും 10 വർഷമാവും. 10 വർഷമായി ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി, 10 വർഷം ആവാൻ പോകുന്നു, മുഖ്യമന്ത്രിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. 4ാമത്തെ വാർഷികത്തിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇയാൾ കേരളത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു കുഴപ്പം എന്ന് പറയുന്നത്, റീസ്ട്രക്ചർ ചെയ്തു എന്ന് പറയുന്നത്, കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥകൾ, ഭരണ സംവിധാനങ്ങൾ, നിയമ സംവിധാനത്തിന്റെ റൂൾസ്, അതിന്റെ ചട്ടങ്ങൾ, ഇത് മുഴുവൻ തന്നെ ലംഘിച്ചു എന്നുള്ളതാണ്. ഇത് മുഴുവൻ ലംഘിക്കുക വഴി ഇയാൾ സമാന്തരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ ഇയാൾ നടപ്പിൽ വരുത്തുന്നു എന്നതാണ് ഇതിലേറ്റവും ഗുരുതരമായിരിക്കുന്ന കുറ്റം. അവിടെയാണ് ഈ കുറ്റത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടതും പറയേണ്ടതും ആരാണെന്ന് പറഞ്ഞാൽ കേരളത്തിനകത്തെ കേരളത്തിൽ നിന്നത്തെ ഇന്ത്യക്കകത്ത് തന്നെ നൽകുന്ന നിയമ സംവിധാനങ്ങളാണത്. അതുപോലെ നീതി സംവിധാനത്തിനകത്തേക്കും അതിന്റെ നീതി നിർവഹണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്, അത് ഇന്റലിജൻസിന്റെ വിഭാഗമാണത്. അപ്പൊ ഈ വിഭാഗങ്ങളെ എല്ലാം തന്നെ ഇയാളുടെ താല്പര്യത്തിനനുസൃതമായി ഇയാൾ അത് പുനഃസംഘാടനം ചെയ്തു എന്നുള്ളതാണ് ഇതിലേറ്റവും സീരിയസ് ആയിരിക്കുന്ന വിഷയം. പക്ഷെ ഇതിന്റെ ഒരു വലിയ ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ജനാധിപത്യത്തിനകത്ത് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തിനകത്ത് പലപ്പോഴായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ലൂപ്പ് ഹോൾസുകൾ ഉണ്ടാവും. ഈ ലൂപ്പ് ഹോൾസുകളെ മുഴുവൻ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, അത് ഇയാളുടെയും ഇയാളുടെ കുടുംബത്തിന്റെയും ആവശ്യത്തിന് വേണ്ടി മാത്രമായി ഇയാൾ അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇത് പ്രയോഗിക്കാൻ ഇയാൾ ചെയ്യുന്ന വിദ്യയാവട്ടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വരാവുന്ന 1.5 ലോക തല്ലിപ്പൊളികളായിരിക്കുന്ന കമ്മീഷൻ ഏജന്റുമാരെയും ദല്ലാളുമാരെയുമാണ് ഇയാൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നത്. ഈ കൂട്ടിച്ചേർത്തതിന്റെ വളരെ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോ സുപ്രീം കോടതിയിൽ ഇപ്പോ ഒരു പുതിയ കേസ് ഇപ്പോ വന്നിട്ടുണ്ടല്ലോ, മറ്റേ ജോമോൻ പുത്തമ്പരക്കലിന്റെ ഒരു സംഭവം. അപ്പൊ അതിൽ വരുന്നത് കിഫ്ബിയുടെ മേധാവിയും കൂടിയാണ്. കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം തന്നെ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ പൊതു ബഡ്ജറ്റിനെ തകർക്കുന്ന ഒന്നാണത്. പൊതു ബജറ്റിനെ നിർവീര്യമാക്കിക്കൊണ്ട് അതിന് പുറത്തു വരുന്ന സംവിധാനത്തിന്റെ പ്രവൃത്തിക്കാണ് നാട്ടിൽ ഏറ്റവും ഒരു ധനകാര്യ വകുപ്പ് എന്ന് പറയുന്ന സംഭവം പത്രത്തിനകത്ത് പോലും വരുന്ന ഒരു വാർത്തക്കകത്ത് പോലും ഇല്ലാതായി ചെയ്യുക. പകരം കിഫ്ബി എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഏറ്റവും കൂടുതൽ സെൻട്രലൈസ് ചെയ്യപ്പെടുകയും ചെയ്തു. മറുഭാഗത്ത് വരുന്നു ഇതേപോലെ തന്നെ ഞാനൊരു തവണ പറഞ്ഞാണ്, ഇതുപോലെ വരുന്നു PWD. ഈ PWD റോഡ് എന്ന് പറയുന്ന സംവിധാനം, PWDയുടെ കൺസ്ട്രക്ഷൻ എന്ന സാധനം കംപ്ലീറ്റ് പോയി. ആ പോയിരിക്കുന്ന സാധനത്ത് മുഴുവൻ വന്ന് ഊരാളുകളാണ് വരുന്നത്. ഈ രണ്ട് സംവിധാനത്തിന്റെയും പ്രധാനപ്പെട്ടിരിക്കുന്ന കാർമ്മികൻ ആര് എന്നുള്ളതാണ്. ഈ കാർമ്മികത്വത്തിന്റെ വിഷയം എടുക്കുമ്പോഴാണ് ഇയാളുടെ മകൾ എന്ന് പറയുന്ന വീണാ വിജയൻ ഈ ഇന്ത്യ കണ്ടിരിക്കുന്ന ഏറ്റവും നമ്പർ 1 കള്ളിയായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണത്. നമ്പർ 1 കള്ളി.
കാരണം അതിനകത്ത് വരുന്നൊരു വിഷയം എന്താ പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വിഷയമല്ല എടുക്കേണ്ടത്. ഇത് ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവുമായി വിശദീകരിച്ചിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പിന്നെ സ്വപ്ന സുരേഷിന്റെ ഒരു വർക്കില്ലേ, ചതിയുടെ പത്മവ്യൂഹം. അത് ആ ഘട്ടത്തിൽ അത് വായിച്ചായിരുന്നു വളരെ മുമ്പേ, ഏതാണ്ട് 2021 22 മറ്റാണെന്നുള്ള പുസ്തകം വന്നത്. അതിനകത്താണ് ഈ പറയുന്ന വീണാ വിജയനും എന്ന് പറയുന്നയാളും ഇയാളുടെ ഭാര്യ കമലയും എങ്ങനെയാണ് ഒരു പിന്നെ സംസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലേക്കും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പുറത്തേക്കും വരുന്ന വൻപിച്ച തോതിലുണ്ടായിരിക്കുന്ന പിന്നെ എന്താ പറയാ പിന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ, സാമ്പത്തികമായിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ ഇവർ കാണിച്ചിരിക്കുന്ന കരവിരുതിനെ കുറിച്ച്, ഇവരുടെ അതിനകത്തുണ്ടായിരിക്കുന്ന ഇവരുടെ താല്പര്യങ്ങളെ കുറിച്ച്, ആ താല്പര്യങ്ങളെ മുഴുവൻ തന്നെ ഭംഗിയായി നടത്തുന്നത് എവിടുന്നാണെന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ക്ലിഫ് ഹൗസിൽ നിന്നാണെന്നും അതിന് ഞാൻ പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട് എന്നുമാണ് ഈ സ്വപ്ന പിന്നെ സുരേഷ് അവരുടെ ചതിയുടെ പത്മവ്യൂഹം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അവർ വിശദീകരിക്കുന്നത്. അവർ പല സംഭവത്തെയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് സ്പ്ലിങ്കർ അഴിമതി ആരോപണം, അതുപോലെ പിന്നെ പ്രൈസ് വാട്ടർ കൂപ്പർ പിന്നെ സംഭവം, പിന്നീട് വരാവുന്ന കമ്പ്യൂട്ടർ പിന്നവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സംഗതികൾ. അങ്ങനെ ഇതെല്ലാം വരുമ്പോൾ നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കാരാണെന്ന് പറഞ്ഞാൽ ഇയാളുടെ മകളാണ്. ഇയാളുടെ മകൾ ബ്രെയിൻ ആവുന്നു പറഞ്ഞാൽ ഈ വാസ്തവത്തിൽ ആ പെൺകുട്ടി അല്ലത്, ആ പെൺകുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചെയ്യിപ്പിക്കുന്നതിൽ ഏറ്റവും ചെയ്യിപ്പിക്കാനായിരുന്നു ശിവശങ്കറിനെ കൊണ്ടുവന്നത്. ഈ ശിവശങ്കറിന്റെ അവസ്ഥ ഇപ്പോഴെന്താണ്? ശിവശങ്കറിനെ എന്താ പറയുക, അയാൾ ഒഴിവാക്കി കളഞ്ഞു. സ്വപ്ന സുരേഷിനെ അറിയില്ലെന്ന പെരുന്നുണ അയാൾ നിയമസഭക്കകത്ത് വെച്ച് പോലും ഈ പറയുന്ന പെരും കള്ളനായിരിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭക്കകത്ത് വെച്ച് പോലും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നു പറഞ്ഞാൽ നമ്മുടെ നാട്ടിനകത്ത് നിയമങ്ങളില്ല, നീതിന്യായ സംവിധാനങ്ങളില്ല, നീതി നിർവഹണങ്ങളില്ല, ഒന്നുമില്ല. അതോടൊപ്പം തന്നെ എന്തില്ല, അതിന് ധനകാര്യ മാനേജ്മെന്റും ഇല്ല. ഈ മാനേജ്മെന്റിലൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു വലിയ സന്ദർഭത്തിലെ ഒരു ഘട്ടത്തിലാണ് വിഴിഞ്ഞം പോർട്ടിനകത്ത് ഹസ്തത്തിൽ വിഴിഞ്ഞം പോർട്ട് കേരളത്തിൽ കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആരാ? അത് MP രാഘവനല്ലേ, MBR അല്ലേ അത്? K കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പോർട്ടിന്റെ വകുപ്പ് മന്ത്രിയായിരുന്ന പോർട്ട് കോർപ്പറേഷൻ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന MBR ആണ് സത്യത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പിന്നെ എന്താ പറയാ അതിന്റെ തിരിക്കുറ്റി വാസ്തവത്തിൽ MBR ആണത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ രാജകുടുംബത്തിന്റെ അകത്തോ വന്നിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു പിന്നെ മാഗസീനോ മറ്റും ഉണ്ടായിരുന്നു. ആ മാഗസീനിൽ കണ്ടിരിക്കുന്ന ഒരു സാധനം എടുത്തിട്ടാണ് ഈ സാധനം ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്താ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണം MBR നടത്തുന്നത്. ആ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി K കരുണാകരൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനം ഒരുങ്ങുന്നത്. പിന്നീട് ആ സംവിധാനം പ്രയോഗത്തിൽ വരുന്ന ഘട്ടത്തിൽ 6000 കോടി ഉറുപ്പികളുടെ അഴിമതി ആരോപണമാണ് ഈ പറയുന്ന പേര് കളറായിരിക്കുന്ന മുഖ്യമന്ത്രി അന്നത്തെ പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചത്. 6000 കോടി. ആ പദ്ധതിയുടെ മൊത്തം ചെലവ് എന്ന് പറഞ്ഞാൽ 7000 കോടിയാ, 10 താഴെയാണത്. അതിലാണ് 6000 കോടിയുടെ ആരോപണം ഉന്നയിച്ചത്. ആ 6000 കോടി ഉന്നയിച്ചേക്കുന്ന പദ്ധതിയുടെ പിന്നെ ഉദ്ഘാടന കർമ്മം നടത്താൻ പിന്നെ ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്ന പിന്നെ അതിന്റെ അവലോകന യോഗത്തിലേക്കാണ് ഈ കാട്ടുകള്ളത്തി എന്ന് മുഴുവനാളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാളുടെ ഭാര്യയെയും ഇയാളുടെ മകളെയും ഈ പറയുന്ന പിന്നെ 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന കൊച്ചുകുട്ടിയെയും ആ കുട്ടിയെയും കൂട്ടി ഇയാൾ ചെല്ലുന്നു. ഇയാൾ എന്തിന് ചെന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ചോദ്യം. ഇത് വളരെ കൃത്യമായി ഞാൻ പറയുകയാണ്. പിന്നെ ഈ പിന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പിന്നെ കൃത്യമായി അത് ഫോം ചെയ്ത് വരുന്നതോടെ ഇതിനകത്ത് സത്യത്തിൽ കേരളവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വലിയ വ്യവഹാരങ്ങളൊന്നും ഇപ്പോൾ നടക്കാൻ സാധ്യതകളില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ റെയിൽ റോഡ് കണക്ടിവിറ്റികളൊന്നും തന്നെ ഇപ്പോൾ ഇതിനകത്ത് പിന്നെ സജീവമായി അതിന്റെ പ്ലാനുകൾ വന്നുവെന്ന് മാത്രമല്ല അത് പദ്ധതി ഇപ്പോഴൊന്നും പൂർത്തീകരിക്കപ്പെടില്ല. അപ്പൊ ഇതിനകത്തെ പുറത്തേക്ക് വരുന്ന സംഭവത്തിലെ കണ്ടെയ്നർ ഇറക്കുമതി അതുമായി കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ബിനാമി കമ്പനികളാണ് ഇനി ഇതിന്റെ ചുറ്റുവട്ടത്തായി ഗംഭീരമായിട്ട് വളരുകയും വികസിക്കുകയും പടരുകയും ചെയ്യുന്നത്. ഈ സംഭവത്തിനകത്തെല്ലാം തന്നെ ഒരു പ്രധാന കണ്ണിയായിട്ട് ആര് മാറുന്നത് ഇയാളുടെ മകളായിരിക്കും. ഇതിന്റെ നമ്മുടെ മുമ്പിലുള്ള ഒരു പൂർവാനുഭവം വെച്ച് കഴിഞ്ഞാൽ ഈ പൂർവാനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളൊന്ന് തിരിച്ചുകളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഷാർജ പിന്നെ ഭരണാധികാരി പിന്നെ ഹിസ്ഹൈനസും ഹെറൈനസും രണ്ടുപേരും ഇവിടെ വന്നല്ലോ. ഈ രണ്ടുപേരും ഇവിടെ വന്നപ്പോൾ ഇതിനെ റീറൂട്ട് ചെയ്തിട്ടാണ് അന്ന് സ്വപ്ന സുരേഷ് പിന്നെ ഇവരെ ഇവിടെ കൊണ്ടുവന്നിരുന്നത്, പിന്നെ ഈ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയിരുന്നത്. അന്ന് ഷാർജയിൽ IT-യുടെ ഒരു വലിയ സെന്റർ തുടങ്ങാനാണ് സത്യത്തിൽ ആലോചിച്ചത്. ഈ പറയുന്ന പിന്നെ വീണാ വിജയൻ ആലോചിച്ചത്. വീണാ വിജയൻ ആലോചിക്കുമ്പോൾ അത് സംസാരിക്കാനുള്ള സാധ്യതകൾ ഒരുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഏതോ ഒരു മൾട്ടി സംഭവത്തിനുണ്ടായിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് നടന്നാൽ അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് പുറം ലോകം ആരും അറിയാൻ പോകുന്നില്ല. അത്രയും ദുരൂഹമായ രീതിയിൽ ഒരു സംഭവം നടത്താൻ ആലോചിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി,
ആ സംഭവത്തിന്റെ മുകളിൽ കോടതിയിൽ മറ്റു രീതിയിൽ കേസ് നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ഇന്റലിജൻസ് വാസ്തവത്തിൽ എന്താണ് ചെയ്തത്? എന്താണ് ഇന്റലിജൻസ് ചെയ്തത്? ഇവിടുത്തെ ഏറ്റവും വലിയ പറക്കുന്ന ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഈ ഇന്റലിജൻസ് വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത്? ഈ ഇന്റലിജൻസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇതുവഴി പുറത്തേക്ക് കടത്തപ്പെടുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ടാവും. ഈ പുറത്തേക്ക് കടത്തപ്പെടുന്ന രഹസ്യങ്ങളുടെ ഒരു വലിയ ശൃംഖലയായിരുന്നു സ്പ്രിംഗർ അഴിമതി. നമ്മുടെ മുഴുവൻ പിന്നെ കുട്ടികളുടെയും ഡാറ്റ അടക്കമാണ് പുറത്തേക്ക് പോയത്. ഇങ്ങനെ പോയി വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായി വരാവുന്ന ഭാവിയിൽ വരാതിരിക്കുന്ന കച്ചവട ബന്ധങ്ങൾ, ആ കച്ചവട ബന്ധങ്ങളെല്ലാം തന്നെ നടക്കണമെങ്കിൽ അതിലെ പ്രധാനപ്പെട്ടിരിക്കുന്ന ആരെ കാണേണ്ടത് ഈ വീണാ വിജയൻ എന്ന് പറയുന്ന ഈ പെരും കള്ളിയായിരിക്കുന്നു, അല്ലെങ്കിൽ ഇയാളുടെ ഭാര്യയായിരിക്കുന്ന കമലയെയോ കാണേണ്ടതുണ്ട് എന്ന് പറയാവുന്ന ഒരു സന്ദേശമാണ് വാസ്തവത്തിൽ ആര് കൊടുത്തത്? ഈ സന്ദർശനത്തിലൂടെ കൊടുത്തത്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് കേരളത്തിലെ ഇന്റലിജൻസ് ഗ്രൂപ്പിന്റെ വിഭാഗം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണത് മനസ്സിലാവുന്നത്? ഇവിടെയാണ് സത്യത്തിൽ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിനകത്തുണ്ടായിരിക്കുന്ന നിയമ നീതിന്യായ നിർവഹണ സംവിധാനങ്ങളെ മുഴുവൻ തന്നെ ഇല്ലാതാക്കി തീർത്ത് തൻ്റെതായ രീതിയിൽ ഉണ്ടായിരിക്കുന്ന നിയമ നീതിന്യായ സംവിധാനം ഇയാൾ ഉണ്ടാക്കി തീർത്തു എന്നതാണ്. ഇത് വാസ്തവത്തിൽ ഭരണഘടനാ വിരുദ്ധമായിരിക്കുന്ന ഒരു വലിയ കുറ്റകൃത്യമാണ്. ഈ ഭരണഘടനാപരമായിരിക്കുന്ന വലിയ കുറ്റകൃത്യം നേരിട്ട് പോലും അതൊരു വലിയ വിഷയമല്ലാതായി തീരുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സത്യത്തിൽ നമ്മൾ കേരളത്തിലായിരിക്കുന്ന ബാക്കിയുള്ള മനുഷ്യന്മാരെ മുഴുവൻ തന്നെ പൊട്ടന്മാരാണ് എന്ന് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നു എന്നതാണ്. ഇതാണ് വാസ്തവത്തിൽ കേരളം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന ഏറ്റവും മൗലികമായിരിക്കുന്ന വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ മേഡം, അങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ. ഇത് ശരിക്കും ഔദ്യോഗിക കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് മകൾ വീണാ വിജയനാണ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ അടക്കമുള്ള അവർ ആരോപണങ്ങളെ ശരിക്കും ശക്തിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർമാരെ ഒരു ഡിന്നറിന് വിളിച്ചിരുന്നു നമ്മളുടെ മുഖ്യമന്ത്രി. അതിൽ നിന്നും അവര് പിന്മാറിയെങ്കിലും ആ പിന്മാറുന്നതിനകത്തും വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയമുണ്ട്. നേരത്തെ ഇവിടെ BJPയുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന ഇയാൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ആക്സസ് ഉണ്ട്, ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്ന ആക്സസ് ഉണ്ട്. ആ ആക്സസ് കൈമോശം വന്നിരിക്കുന്നു എന്നതിന്റെ സൂചനയും കൂടിയാണ് ഈ ഗവർണർമാരെ പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പരിപാടിക്കകത്ത് ഇയാൾ വിളിച്ചിട്ട് പോലും ആ പരിപാടി പൊളിഞ്ഞു പോകാനുള്ള കാരണം. അതെ, ഈ ഡിന്നറിന് വിളിക്കാൻ എത്തുന്നത് പോലും സകുടുംബമാണ്, ഭാര്യയോടും മകളോടും കൂടിയാണ്. അത് ഒരിക്കലും കുടുംബകാര്യമല്ല എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അല്ല, ഇത് കേരളത്തിനകത്ത് അതിന് ആ ഒരു സംഭവത്തെ വിളിക്കുന്നതിന്റെ പുറകിൽ എന്താ അത് SFIO കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്താണ്. തീർച്ചയായിട്ടും അത് നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിനകത്ത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന കൊടൂരങ്ങൾ മുഴുവൻ തന്നെ പാതകങ്ങൾ മുഴുവൻ ചെയ്യുക. ഈ പാതകങ്ങളെ മുഴുവൻ തന്നെ ജനാധിപത്യത്തിനകത്തെ ഗവർണർ എന്ന് പറയുന്ന ആൾക്ക് പദവിയില്ല, ഓർക്കൊന്നും വേണ്ട, നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി. അതുപോലെ തന്നെ ഈ പറയുന്ന പാർട്ടിയുടെ പിന്നെ സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദനും ഈ പറഞ്ഞ ഇവരൊന്നും ഒന്നിനും കൊള്ളൂല എന്ന് നിരന്തരമായി പ്രസ്താവന ഇറക്കുന്നവരാണ്. എന്നിട്ട് അതേ തരത്തിലാകുന്ന ഗവർണർമാരാണ് എന്ത് വിളിക്കുന്നറിയോ? തന്റെ മകളുടെ വിഷയം പരിഹരിക്കാൻ ക്ലിക്ക് ഫൗസിലെ നാട്ടുകാരന്റെ ചെലവിൽ എന്ത് നടക്കാന്നറിയോ? ചായ സൽക്കാരം നടത്തുകയാണ് ഇയാള്. നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം എന്താ പറഞ്ഞാല് ഈ കേരളത്തിലെ ജനങ്ങളോട് ഇതേപോലെ പരിഹസിക്കുന്ന, ഇതുപോലെ പുച്ഛിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടാവുമോ? ലോകത്തിലുണ്ടാവുമോ? ഇങ്ങള് ഇത്രയും പോലെ അനീതികൾ ചെയ്തിട്ട് പോലും വാസ്തവത്തിൽ എന്താ വാസ്തവത്തിൽ ഇയാൾ കാട്ടിക്കൊടുത്തത്? അപ്പോ അതെ, എന്തായാലും ഇത് കൃത്യമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു നട്ടലില്ലായ്മ എന്ന് തന്നെ പറയേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് തീർച്ചയായും. അതിന്റെ തന്നെ വേറൊരു രൂപമാണ്. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഇവരെ പിന്നെ ഈ മൂന്ന് പിന്നെ ഇയാളുടെ ഭാര്യ, ഇയാളുടെ മകൾ, ഈ കുട്ടിയെ അതിനകത്ത് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ഒരു അനൗചിത്യവും ഇല്ല എന്ന് ആദ്യം പറഞ്ഞതാരാണ്? പിന്നെ ദിവ്യ അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥയാണ്. ഈ IAS ഉദ്യോഗസ്ഥ തന്നെയാണ് എന്ത് പറഞ്ഞെന്നറിയോ? CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരു വിദ്വാനുകളെ കണ്ണൂർ കൊണ്ടുവച്ച് 650 കോടി രൂപയുടെ വിമാനത്തിനകത്ത് അതിനായിരം വിമാനത്തിൽ വന്ന് പിന്നെ മട്ടന്നൂർ ഇറങ്ങിയിട്ട് ഈ സാധനം ചെയ്തല്ലോ. അയാൾ വന്നപ്പോഴാണ് പറഞ്ഞത് ഒരു KKR കവചം. എന്ത് കവചം? ആരെ കവചം? ഏത്? ഈ കേരളത്തിനകത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് പൊതുജനോപകാരപ്രദമായി പിന്നെ എന്തെങ്കിലും ചെയ്യാൻ ഈ പറയുന്ന പിന്നെ രാജേഷിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇതല്ലേ ഇതിനകത്ത് ബേസിക് ആയിരിക്കുന്ന ചോദ്യം. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തതായി ഈ ദിവ്യ അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇയാളാണ് ജില്ലാ സെക്രട്ടറിയായി വരുന്നതിന്റെ പുറകിലുണ്ടാക്കുന്ന പിന്നാമ്പുറ കഥകൾ എന്താ? നാട്ടുകാർക്ക് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇയാള് ഈ പറയുന്ന വിദ്വാൻ പിന്നെ കേരളത്തിലെ രാജ്യസഭാംഗമാകുന്നത് കണ്ണൂർ മത്സരിച്ച് തോച്ചിട്ട് പിറ്റേ ആഴ്ചയാണ് ഇവർ രാജ്യസഭാംഗമാവുന്നത്. ഈ ആവാൻ മാത്രം ഉണ്ടായിരിക്കുന്ന സ്വാധീനത്തിന്റെ ശക്തി ഏത് പിന്നാമ്പുറമാണ് എന്ന് അറിയാത്തവരാണ്. ഞാൻ അടിവരയിട്ട് പറയാം, ഏത് പിന്നാമ്പുറവും ഏത് മുന്നാമ്പുറവുമാണെന്ന് അറിയാത്തവരാണോ ഈ കണ്ണൂർ ജില്ലയിലെ ആളുകൾ? ആണോ? അത് മുഴുവൻ ആളുകൾക്കും അറിയുന്നല്ലേ.
അപ്പൊ അത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരാളെ പിന്നെ നിങ്ങൾ ഇവിടെ കൊണ്ടുപോയി വരുമ്പോൾ ഒരു പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് വരുന്ന ഒരാൾക്ക് പോലും ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു അലങ്കാരവും ചമൽക്കാരവും ബഹുമതികളും വെച്ചിട്ട് ഒരു IAS ഉദ്യോഗസ്ഥ അത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇവർക്ക് പിന്നെ ഈ പറഞ്ഞ സ്വപ്ന സുരേഷിന്റെ അനുഭവം ഈ ദിവ്യ സായിയർക്ക് അറിയില്ലേ? ശിവശങ്കറിന്റെ അനുഭവം എന്താണെന്ന് ഇവർക്ക് അറിയില്ലേ? ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ പിന്നെ വന്നിരിക്കുന്ന DGP ആയിട്ട് ഉയർത്തിയിരിക്കുന്ന ഒരാളുണ്ടല്ലോ, പിന്നെ നമ്മുടെ പിന്നെ കണ്ണൂരിൽ നേരത്തെ ഉണ്ടായിരിക്കുന്ന ആള് ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ ഇപ്പൊ പിന്നെ മാറുന്ന ഇയാള് മനോജ് എബ്രഹാം. ഇയാളായിരുന്നല്ലോ ശരിക്കും പിന്നെ നമ്മുടെ ജോൺസൺ മാവുകളുടെ തൊട്ടപ്പുറത്ത് ഈ പിന്നെ എന്താ പറയാ പിന്നെ സിംഹാസനത്തിന് സമാനമായിരിക്കുന്ന കസേരത്ത് വാടും പിടിച്ചു വന്നിരിക്കുന്ന കക്ഷിയല്ലേ ഇയാള്, അല്ലേ? ഈ വിദ്വാനാണ് കേരളത്തിലെ നിയമസഭ ക്രമസമാധാനത്തിന് ചുമതല കൊടുക്കുന്നത്. വലിയ യോഗ്യൻ. പൊതുജനം എന്താ ഇത് മറന്നുപോയോ? അപ്പൊ നിങ്ങളൊന്ന് എടുക്കുക, കേരളത്തിനകത്തെ ഉന്നത പോലീസ് മേഖലയിലിരിക്കുന്ന മിക്കവാറും ആളുകൾ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരാണ് എന്ന് പത്രതാളുകളിലൂടെ പിന്നെ പൊതുജനം മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ലോകം കണ്ടിരിക്കുന്ന തല്ലിപ്പൊളികൾ, ക്രിമിനൽ മാനസികാവസ്ഥയുള്ളവർ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായിരിക്കുന്ന ചിന്തയുള്ള ആളുകളെ മുഴുവൻ തന്നെ നിങ്ങൾ ഈ അധികാര ശ്രേണികളെ ഭാഗമാക്കി മാറ്റി സർവ്വ സംവിധാനങ്ങളെയും നിങ്ങൾക്ക് മാത്രമാക്കി മാറ്റി ചുരുക്കുക എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ ഈ കേരളം ബോധപൂർവ്വം തകർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ഇയാൾ ഭരണാധികാരിയല്ല. ഇയാളുടെ കുടുംബം പിന്നെ നിലനിൽക്കുന്നത് തന്നെ എന്തിനാണെന്നറിയോ? ഈ കേരളത്തിനകത്തുള്ള അവസാനത്തെ സമ്പത്തും ഊറ്റിയടിച്ചു കൊണ്ടുപോയി തനിക്കും തന്റെ കുടുംബത്തിനും മാത്രമായി ജീവിക്കാനും ജനം തൊലഞ്ഞു പോയാൽ എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയുടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പലതവണയായിട്ട് പറയുന്നതാണ്. ഇയാളൊരു ഇന്റർവ്യൂവിൽ ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വേദനയും എന്നെ ഇന്ന് വരെ അലട്ടിയിട്ടില്ല, നാളെ ഒരു വേദനയും എന്നെ അലട്ടുകയുമില്ല എന്ന്. അത് പറയാൻ മാത്രം ശിലാകൃതനായിരിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് ഈ ആശാവർക്കറുടെ സമരത്തിനകത്ത് ഇത്ര മ്ലേച്ഛമായ ഭാഷയിൽ വാസ്തവത്തിൽ കേരളം എന്തോടോ പൊട്ടിത്തെറിക്കാത്തത് എന്ന ഒരു ചോദ്യം പോലും ചോദിക്കാൻ മാത്രം മരവിച്ചു പോയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഒരു സംസ്ഥാനമാക്കി കേരളത്തെ ഇയാളും ഇയാളുടെ കുടുംബവും സിൽബന്ധികളും ചേർന്ന് നശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുരന്തപൂർണമായ സംഭവം. അതിനകത്തെ ഏറ്റവും അവസാനപ്പെട്ട കക്ഷിയായി പോയി നമ്മുടെ ഈ പിന്നെ ശ്രീമതി എടുത്തി. സംസ്ഥാന സെക്രട്ടറിയുടെ അത് പങ്കെടുക്കണ്ടെന്ന് പറയാ. ഇന്നലെ പിന്നെ നിങ്ങളുടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞതാണത്. കാരണം ഇയാൾ ഇരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷനിലാണ്. ശ്രീമതി അടുത്ത് ഇരുന്നത് എക്സ്റ്റൻഷനിലാണ്. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അയാൾ പറയാന്ന് ഇയാൾ ഇവിടെ ഇരിക്കാൻ പാടില്ലാന്ന്. അതിന് സൈദ്ധാന്തിക ന്യായം പറയാൻ ആരൊരു ഗോയിനെ സൈദ്ധാന്തിക ന്യായം അതിനെന്താണെന്നറിയാൽ പരോക്ഷമായി എന്ത് ചെയ്യാൻ ന്യായീകരിക്കാൻ ഈ സത്യത്തിൽ എന്താ പറഞ്ഞാൽ ഇവർക്കെല്ലാം ലജ്ജ എന്നൊരു സാധനമുണ്ടോ? ലജ്ജയുണ്ടോ അവർക്കെല്ലാം വാസ്തവം ഇങ്ങനെ സംസാരിക്കാൻ? പൊതുജനത്തിന്റെ അവസ്ഥയെ ഇങ്ങനെ പരിഹസിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഒരു എന്താ പറയാ ഒരു സിനാരിയോ ആണ് തോന്നുന്നത്. ഇത്ര മോശമായ രീതിയിൽ വരുന്നതെന്നാണ് ശരിക്കും തോന്നുന്നത്. മാഡം അങ്ങനെ തോന്നുന്നു ശരിക്കും. എന്തായാലും ഞാൻ വിളിക്കാം സാർ. ശരി, താങ്ക് യു സാർ.